വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുമ മിസ് ആണേ. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും ഓണപരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എ ഗ്രേഡ് കിട്ടാൻ എല്ലാ തരത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചോദ്യം പഠിച്ചാലോ? അപ്പൊ ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണിച്ചു തരാം. ഈ ചിത്രം കാണുമ്പോൾ അല്ലെ, നിങ്ങളുടെ നാടിനെ കുറിച്ച് എന്റെ നാട് എന്ന് തലക്കെട്ടോട് കൂടിയുള്ള ഒരു ചിത്രമാണ് ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിറം നൽകാൻ വേണ്ടിയിട്ടാണ്. കൂട്ടുകാർക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാലോ, നമുക്ക് തരുന്ന പ്രവർത്തനങ്ങളിൽ നിറം നൽകാൻ വേണ്ടിയിട്ടുള്ള പഠന പ്രവർത്തനങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പൊ നിറം കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. നമ്മളിപ്പോ ഒരുപാട് വസ്തുക്കൾക്ക് നിറം കൊടുക്കുന്നുണ്ടാവുമല്ലോ, ഒരുപാട് സാധനങ്ങൾക്ക് നിങ്ങൾക്ക് നിറം കൊടുക്കാനുണ്ടാവും. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഒരു പെൺകുട്ടിയെ വരയ്ക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് നിറം കൊടുക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് തലമുടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പച്ച കളറോ റോസ് കളറോ ഒന്നും കൊണ്ടുപോയി കൊടുത്തു കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ആ റിയൽ ആയിട്ടുള്ള വസ്തുവുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള നിറങ്ങൾ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തലമുടി ആണെങ്കിൽ നമ്മൾ ഏത് കളർ കൊടുക്കണം? കറുപ്പ് നിറം കൊടുക്കണം അല്ലെ. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് അല്ലെ, മരങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ മരങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യണം, പച്ച കളർ വേണം ഇലകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഇവിടെ നിങ്ങൾ തെങ്ങ് കാണുന്നില്ലേ, തെങ്ങൊക്കെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ പച്ച കളറുകൾ തന്നെ ഓലയ്ക്കും അതേപോലെ തന്നെ ഇലകൾക്ക്, മരത്തിന്റെ ചില്ലകളാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള നിറം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് ഇവിടെ കാക്കയെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ലേ? അപ്പൊ കാക്കയ്ക്ക് നിങ്ങളൊരു വെറൈറ്റി കുറച്ചുകൂടെ ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലെ, മഞ്ഞ കളറോ പിങ്ക് കളറോ ഒന്നും പോയി കൊടുത്തേക്കരുത്. എന്താണോ ആ വസ്തുവിന്റെ നിറം അതിന് സമാനമായിട്ടുള്ള നിറങ്ങൾ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കാം. പിന്നെ മിസ്സിന് പറഞ്ഞു തരാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നിറം കൊടുക്കുന്ന സമയത്ത് ഒരുപാടൊന്നും എന്ത് ചെയ്യരുത്, പുറത്തേക്കായി പോവരുത്. നമുക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രതലത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിന്റെ ഉള്ളിലായിട്ട് തന്നെ നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ കളർ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത്. അപ്പൊ നമ്മുടെ നാടിനെ കുറിച്ച് ഒരു പദസൂര്യനാണ് പൂരിപ്പിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിൽ കണ്ട കാഴ്ചകൾ എന്നുള്ളത് ടീച്ചറുടെ അടുത്തൊന്ന് പറഞ്ഞു തരാമോ? ഇപ്പൊ നമ്മുടെ നാട്ടിലല്ലേ, നിങ്ങളുടെയൊക്കെ നാട്ടില് ഓരോരുത്തരുടെയും നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങളുടെ നാട്ടില് പുഴയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഴകളെ കുറിച്ച് എഴുതാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നെൽപ്പാടങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ, വയലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയലിനെ കുറിച്ച് എഴുതാം. അതേപോലെ നിങ്ങളുടെ നാട്ടിൽ പ്രസിദ്ധമായിട്ടുള്ള പള്ളികൾ ഉണ്ടെങ്കിൽ പള്ളികളെ കുറിച്ച് എഴുതാം. അമ്പലമുണ്ടെങ്കിൽ അമ്പലത്തെ കുറിച്ച് എഴുതാം. നാടിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ ചില നാടുകളിലുള്ള ഉത്സവങ്ങൾ വളരെ പ്രസിദ്ധമായിരിക്കും. അപ്പൊ ഉത്സവങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ആ ഉത്സവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ നിങ്ങളുടെ നാട്ടിന് മലകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ, മലകളെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. പാടത്തെ കുറിച്ച് എഴുതാം. എല്ലാ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് ഗംഭീരമായിട്ട് എഴുതാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പദസൂര്യന്റെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ വേണ്ടി ടീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ കൂട്ടുകാർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ എഴുതുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പദസൂര്യൻ കുഞ്ഞുങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്റെ നാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ വിദ്യാലയമായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അല്ലെ, നിങ്ങൾ എടുത്ത് ചോദിക്കാൻ വേണ്ടി സാധ്യതയുള്ള ഒരു കാര്യമാണ് കേരളത്തെ കുറിച്ച്. ഇപ്പൊ കേരളത്തെ കുറിച്ചാണെങ്കിൽ അല്ലെ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചും പദസൂര്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഗംഭീരമായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുക. നല്ല പോലെ സൈലത്തിന്റെ ലൈവ് ക്ലാസ്സുകൾ കാണുക. നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട് അല്ലെ. അപ്പൊ ലൈവ് ക്ലാസ്സസിലൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് മക്കൾ വായോ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.